എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഷിയുവിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നതും കാണുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ അവളുടെ ഫ്രണ്ടിനെ ഒരുത്തൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അവനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂടി എടുത്തിട്ട് പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുവാണ്. അവൻ്റെ ജോലി പോയി, അവനിപ്പോൾ മൊത്തത്തിൽ നാശനഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതറിയുന്നേ നമ്മളുടെ ഷിയുവിന് ഒരുപാട് സന്തോഷമാവും. അവൾ അതിനെപ്പറ്റിയൊക്കെ തിരക്കും, അവളുടെ ഫ്രണ്ടിനെയും വിളിച്ച് കാര്യം പറയും. അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നത് അതായത് നമ്മളുടെ ഈ ആളുടെ ജോലി പോവാനും അതേപോലെ തന്നെ ആൾക്ക് ഇത്രയും നാശം വരാനൊക്കെയുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മളുടെ ഗെയിമിംഗ് കമ്പനിയുടെ ഓണേഴ്സ് തന്നെയാണ്. അവരാണ് അവരുടെ ഒരു റിയൽ ഫുട്ടേജ് എല്ലാവർക്കും കൊടുത്തിട്ട് ഇതിനെ പബ്ലിഷ് ആക്കിയത് എന്ന്. ഇതറിയുന്നേ നമ്മളുടെ ഷിയുവിനൊരു കാര്യം മനസ്സിലാവും, അതായത് നമ്മളുടെ യു ഇല്ലേ, അവൻ തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിയു വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും അവനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയുവിന് വേണ്ടിയിട്ട് നല്ല കിടിലം ഫുഡുകൾ വാങ്ങിച്ചുകൊണ്ട് വരെയും അവന് വേണ്ടിയിട്ട് നല്ല കിടിലമായിട്ടുള്ളൊരു ഫ്ലവർ വാങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്യും. ഇത് കാണുന്നേ നമ്മളുടെ യു ഒന്ന് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, അവന് സന്തോഷമാവും. അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് അവളുടെ വീട്ടിലായിട്ട് അവളുടെ അച്ഛൻ കയറി വരുന്നത്. ഇവളിത് കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യുവിൻ്റെ അടുത്ത് പറയും, നീ നിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വേഗം തന്നെ വാഷ്റൂമിലായിട്ട് കയറി ഒളിച്ചോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യു വേറെ ഒന്നും നോക്കത്തില്ല, അവൻ്റെ കയ്യിൽ ഇരുന്ന പേപ്പേഴ്സൊക്കെ എടുത്ത് വാഷ്റൂമിലായിട്ട് കയറി എങ്ങ് നിൽക്കും. അതേസമയം തന്നെ അവളുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ അവൾ നല്ലതുപോലെ വെൽക്കം ഒക്കെ ചെയ്യും. എന്നിട്ട് ചോദിക്കും, എന്തു പറ്റി അച്ഛൻ എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാണ്ട് ഇവിടം വരെ വന്നത്? അവിടെയായിട്ട് അവളുടെ അച്ഛൻ പറയും, അതെന്താ എനിക്ക് ഇവിടോട്ട് വന്നൂടെ? ഇവിടെയായിട്ട് അവളുടെ അച്ഛൻ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അയാളാണെങ്കിൽ ഇവിടെ ഇവളുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങും. പോകാനായിട്ട് തിരിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാഷ്റൂമിൽ നിന്നൊരു സൗണ്ട് കേൾക്കും. അത് വേറൊന്നും അല്ല, നമ്മളുടെ യു ആണെങ്കിൽ അവിടെയായിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നില്ലേ, അവൻ്റെ കൈ തട്ടിയിട്ട് അവിടുത്തെ ഷവറാണെങ്കിൽ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അവൻ നല്ലതുപോലെ നനഞ്ഞും കുളിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് അവളുടെ അച്ഛൻ ചോദിക്കും, അവിടെ എന്തുവാ പ്രത്യേകതര ഒരു സൗണ്ട് കേട്ടത് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ പറയും, അത് അച്ഛന് തോന്നിയതായിരിക്കും, അവിടുത്തെ പൈപ്പിന് അല്ലെങ്കിലും ചെറിയൊരു ലീക്കേജ് ഉണ്ട് എന്ന്. അങ്ങനെ അവളുടെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് വേഗം തന്നെ അവൾ ഓടി വന്ന് നമ്മളുടെ യുവിനെ നോക്കിയിട്ട് അവരുടെ അടുത്ത് ഒരുപാട് സോറിയൊക്കെ പറയും. അവൾ പറയുന്നത് തന്നെ അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരുമോയെന്ന് അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് ഇവളുടെ അച്ഛൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ എന്തോ ഒന്ന് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് യുവിനെ കാണുന്നതും അച്ഛൻ നല്ലതുപോലെ ഞെട്ടും. അങ്ങനെ അയാൾ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ലിവിങ് ടുഗദർ ആണോ എന്ന്. ഇവിടെ ഒരു നിവൃത്തിയും അല്ലാണ്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ പറയും, ഇല്ല, ഇയാൾ ഇവിടെ താമസിക്കുന്നയാളാണ്, ഞാൻ ഈ വീട് റെൻറ്റിന് കൊടുത്തിരിക്കുക എന്ന്. ഇത് കേൾക്കുന്നേം അവളുടെ അച്ഛനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. നമ്മളുടെ ഷിയുവിനാണെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് അവളുടെ അച്ഛനടുത്ത് സത്യമെല്ലാം പറയും. അതായത് അവളുടെ കമ്പനിയിൽ നിന്ന് അവൾ റിസൈൻ ചെയ്തു, ഇപ്പോൾ അവൾ ആർക്കിടെക്റ്റിൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ അവളുടെ അച്ഛനാണെങ്കിൽ അവളെ ഒത്തിരി വഴക്ക് പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവൾ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ പറയുന്നത് തന്നെ, നിൻ്റെ അത്രയും സ്റ്റേബിളായിട്ടുള്ള ജോലി കളഞ്ഞിട്ടാണോ നീ ഇങ്ങനൊരു ജോലിയിൽ ജോയിൻ ചെയ്തത്? അതൊരിക്കലും പെർമനൻറ്റ് പോലും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവളെ നല്ലതുപോലെ വഴക്ക് പറയാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നമ്മളുടെ ഷിയുവിനായിരുന്നാലും നല്ലതുപോലെ അറിയാം അവളുടെ അച്ഛൻ ഇത് ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ യു ആണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുമായിരുന്നു. കാര്യം അച്ഛനും മോളും എന്താണെന്ന് വെച്ചാൽ സംസാരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇവനിതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവും അവളുടെ അച്ഛനും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കുന്നത്. അച്ഛനായിരുന്നാലും അവിടുന്ന് ദേഷിച്ച് ഇറങ്ങി അങ്ങ് പോവും. ഇവിടെ നമ്മളുടെ ഷിയു ആയിരുന്നാലും ഭയങ്കര വിഷമത്തിലായിരുന്നു. അവളൊന്നും പറയാണ്ട് വേഗം തന്നെ റൂമിലായിട്ട് കയറി കഥ അടയ്ക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളുടെ യു അങ്ങോട്ടേക്ക് വരും. അവനാണെങ്കിൽ ഇവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ല. എല്ലാ തവണയും ഇവൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ പേരൻസിൻ്റെ അടുത്ത് സത്യമെല്ലാം തുറന്ന് പറയണം എന്ന്. എന്നാൽ അപ്പോഴൊന്നും നമ്മളുടെ ഷിയു ആണെങ്കിൽ അതൊന്നും പറയാൻ റെഡി ആയിരുന്നില്ലല്ലോ. അതിൻ്റെ പേരിൽ ഇവൻ ഇവളെ വഴക്കും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവൻ അറിഞ്ഞില്ല ഇങ്ങനൊരു കാര്യം അവളുടെ വീട്ടുകാരറിഞ്ഞ ഇത്രയും വലിയ സീനാവുക എന്ന്. ഇവിടെയായിട്ട് അവനാണെങ്കിൽ നമ്മളുടെ ഷിയുവിനെ വിളിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അവൾ വാതിൽ തുറക്കത്തേ ഇല്ല. നമ്മളുടെ ഈ യു ആയിരുന്നാലും ഷിയുവിന് എന്തൊക്കെയാണോ ഇഷ്ടമായിട്ടുള്ളത് അതെല്ലാം അവനവിടെ അറേഞ്ച് ചെയ്യും. അവൾക്ക് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് കൊച്ചുള്ളി നട്ടുവെക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ഇവളെ വിളിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. എന്നിട്ടും അവൾ അവിടോട്ട് വരുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അവസാനം ഇവനാണെങ്കിൽ അവൻ്റെ കാലിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് അവളെ പുറത്തോട്ട് വിളിക്കുന്നത്. ഇവളാണെങ്കിൽ നോക്കുമ്പോൾ ഇവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവൻ ചെയ്തു വെച്ചേക്കുന്നു. ഇത് കണ്ടിട്ട് അവൾക്ക് നല്ല സന്തോഷമാവും. ഇവിടെയായിട്ട് നമ്മളുടെ യു ആയിരുന്നാലും ഷിയുവിൻ്റെ അടുത്ത് പറയും, എനിക്ക് നന്നായിട്ടറിയാം നിന്നെ എങ്ങനെയാണ് ഡൈവേർട്ട് ആക്കണ്ടേ എന്ന്
എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് ആർക്കിടെക്റ്റിൻ്റെ കാര്യങ്ങളായിട്ടുള്ള കുറേ സാധനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ അവൾക്ക് കുറേ വർക്കുകൾ കൊടുക്കുക, അസൈൻമെൻറ്റ്സ് കൊടുക്കുകയൊക്കെ ചെയ്യും. അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഹോഷിയോ ആയിരുന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഫീൽ ചെയ്യുന്നത്. ഇവിടെയായിട്ട് അവൾ പറയും, ഞാൻ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവീൻസ് ആക്കിക്കോളാം, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നല്ലതുപോലെ ജോലി കിട്ടി നല്ല സാലറി ഉണ്ട് എന്ന്. എന്തായിരുന്നാലും ഞാൻ ഇതേപോലെ വർക്ക് ചെയ്യുവാണെങ്കിൽ നീ എന്നെ ഒരു പെർമനൻറ്റ് സ്റ്റാഫ് ആക്കത്തില്ലേ, അതേപോലെ തന്നെ എൻ്റെ സാലറിയും ഇൻക്രീസ് ആവത്തില്ലേ. അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്തായിരുന്നാലും സമ്മതിക്കും എന്നൊക്കെ അവൾ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ യു ആണെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരാളായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യുവിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആയിരുന്നു. എന്നാൽ അയാൾ അവിടെ സ്വന്തമായിട്ട് മരിക്കുകയാണ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഏറ്റെടുത്തിരുന്ന ഒരു കമ്പനിയുടെ വർക്കിനകത്ത് ആ കമ്പനിക്ക് നല്ലതുപോലെ തകരാറ് സംഭവിച്ച് ഒരുപാട് ആൾക്കാരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യസ്ഥൻ നമ്മളുടെ യുവിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അവസാനം അവൻ്റെ അച്ഛൻ അവൻ്റെ ജീവൻ തന്നെ ഒടുക്കുക ചെയ്യുന്നത്. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ യുവിന് വ്യക്തമായിട്ടറിയാം ഇതിനകത്ത് അവൻ്റെ അച്ഛൻ്റെ യാതൊരുവിധ തെറ്റുമില്ല എന്ന്. യഥാർത്ഥത്തിൽ ആ കമ്പനിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുത്ത ആരാണോ അയാളുടെ കാര്യത്തിലായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവൻ്റെ അച്ഛനായിരുന്നു അതിൽ സൈൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവസാനം ഇവൻ്റെ അച്ഛനാണെങ്കിൽ കുറ്റമല്ല ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ യുവിൻ്റെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നതാണ്. അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. ഇവിടെ അവൻ അതിനെപ്പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ യു ആണെങ്കിൽ അവൻ്റെ കമ്പനിയിൽ വന്നിട്ട് കൊളീഗ്സിൻ്റെ അടുത്തെല്ലാം പറയുന്നതാണ് നമുക്ക് നല്ലതുപോലെ വർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് തന്നെ വാങ്ങിക്കണം എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യു ആണെങ്കിൽ കൊളീഗ്സിൻ്റെ അടുത്ത് വേറൊരു കാര്യവും പറയും, നമ്മളിത് നല്ലതുപോലെ സക്സസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ബ്രേക്ക് തരാമെന്ന്. ഇത് കേൾക്കുന്നേയും അവിടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെല്ലാം ഭയങ്കര സന്തോഷമാവും. അവരെല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ യു ആണെങ്കിൽ വീണ്ടും ഒരു ദിവസം ആ ഒരു ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മളുടെ ഷിയു അവനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണ്, നീ കുടിക്കാൻ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ യു ആണെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്ത് കൈ വെച്ചേക്കുമായിരുന്നു. ഇവിടെ നമ്മളുടെ ഷിയു പറയും, നിൻ്റെ കൈ ഇതുവരെ നേരെ ആയിട്ടില്ല, നീ ഇപ്പോഴെങ്ങും കുടിക്കരുത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യു ആണെങ്കിൽ ആ ഗ്ലാസ് അങ്ങ് താഴ്ത്തി വെക്കും. ഇവിടെ നമ്മളുടെ യുവിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പറ്റി കെയർ ചെയ്യാനും ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ. അവനങ്ങനെ തിരിച്ച് വീട്ടിലായിട്ട് വരുന്നതും നമ്മളുടെ യു ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട് പറ്റിയ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. അതെല്ലാം അവൻ്റെ അടുത്ത് എടുത്ത് കഴിക്കാൻ പറയും. അങ്ങനെ അവൻ ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടുത്തെ കറണ്ട് അങ്ങ് പോവും. പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെല്ലാം പുറത്ത് വട്ടം കൂടി നിൽക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്തോ ഷോർട്ട് സർക്യൂട്ട് വന്നതാണ്. അവിടെയുള്ള ആൾക്കാർ പറയുന്നത് തന്നെ ഇന്ന് എന്തായിരുന്നാലും രാത്രി ഇലക്ട്രീഷ്യൻ വരത്തില്ല, നാളെ മാത്രമേ വരത്തുള്ളൂ എന്നാണ്. അതായത് ഇന്നത്തെ രാത്രി മൊത്തവും ഇവർ കറണ്ട് ഇല്ലാതെ ജീവിക്കേണ്ടി വരും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു അവിടെ വന്നിട്ട് പറയും, എൻ്റെ കയ്യിൽ ഇലക്ട്രീഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന്. അങ്ങനെ അവൾ വന്ന് നോക്കുമ്പോൾ അവൾ പരമാവധി ശ്രമിച്ചു നോക്കും, എന്നാൽ ഒന്നും തന്നെ സക്സസ് ആവത്തില്ല. ഇത് കാണുന്നേ നമ്മളുടെ യു അവിടെ വന്നിട്ട് പറയും, നീ ആ പോർഷനിൽ നോക്കാണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന്. എന്നാൽ ഇത് നമ്മളുടെ ഷിയു കേൾക്കത്തില്ല. അവൾ പറയും, ഇവിടെ എനിക്കല്ലേ സർട്ടിഫിക്കേഷൻ ഉള്ളത്. എന്നാൽ നമ്മളുടെ യു ആണെങ്കിൽ പറയും, ഒന്ന് മാറി നിന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ അതൊന്ന് പിടിച്ചു നോക്കുന്നതും പെട്ടെന്ന് തന്നെ കറണ്ട് വരും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മളുടെ യുവിൻ്റെ ആ ഒരു കഴിവിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കാണുന്നേ നമ്മളുടെ ഷിയു ഭയങ്കര ഞെട്ടി അവനെ നോക്കി നിൽക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു പരിക്ക് പറ്റിയ കൈയില്ലേ അത് നല്ലതുപോലെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ നല്ലതുപോലെ ഞെട്ടിപ്പോവും. അങ്ങനെ അവൾ വീട്ടിൽ വരുന്നത് നമ്മളുടെ യുവിനെ എടുത്തിട്ട് ഒരുപാട് വഴക്ക് പറയും. അവൾ ചോദിക്കും, ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, എന്നെ കൊണ്ട് കാറ് കഴിപ്പിച്ചും അതേപോലെ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിപ്പിച്ചും എല്ലാം നീ എന്നെ മുതലെടുക്കുമായിരുന്നല്ലേ. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവൻ്റെ കൂടെ നല്ലതുപോലെ അടിയുണ്ടാക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ കൊളീഗാണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട് പറയും, നിന്നെ അതാ ബോസ് വിളിക്കുന്നുണ്ട്, എന്തായിരുന്നാലും ഓൾ ദ ബെസ്റ്റ്, ബോസ് നല്ല ദേഷ്യത്തിലാണെന്നാണ് തോന്നുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ആയിരുന്നാലും നല്ലതുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ നമ്മളുടെ യുവിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ക്യാബിനിലായിട്ട് എത്തും. അവിടെയായിട്ട് അവനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടിട്ട് അവൾ ചോദിക്കും,
എന്ത് പറ്റി? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ നിന്റെ കാറിൽ ഇരുന്ന് സ്നാക്സ് കഴിച്ചായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ ഫോണൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിപ്പിച്ചത്? ഇവിടെയായിട്ട് നമ്മളുടെ വിചാരിക്കും ഇവളെന്ത് സില്ലി കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന്. സത്യത്തിൽ ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അവനവിടെ പറയും, നീ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ? ഇതിനകത്തുള്ള മെയിൻ പ്രോജക്റ്റിൻ്റെ മിക്ക ഇല്ലസ്ട്രേഷൻസും നീ തന്നെയല്ലേ വരച്ചു തന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ ഒരു പ്രോജക്റ്റിൻ്റെ അടിയിലായിട്ട് നിൻ്റെ പേരും കൂടി സൈഡിലായിട്ട് വെക്കാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. കാര്യം അവളുടെ ആർക്കിടെക്റ്റ് ഫീൽഡിലുള്ള ആദ്യത്തെ ഒഫീഷ്യൽ പ്രോജക്റ്റാണ്. അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവൾ വീട്ടിൽ വരുന്നത് നമ്മളുടെ യുവിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അത് വേറെ ഒന്നുമല്ല, ഒരു ക്യൂട്ടായിട്ടുള്ള ഭയങ്കരമായിട്ട് അട്രാക്ഷൻ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ടെഡി ബിയറിനെയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിൽക്കുന്ന ആ ഒരു റൂമില്ലേ, അവിടെയായിട്ട് അവൻ്റെ തല എപ്പോഴും വന്നിടിക്കും. ആ ഒരു തല ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടിക്കുന്ന സ്പോട്ടിലായിട്ട് അവൾ ഈ പാവേനെ വച്ച് ഹാങ് അങ്ങ് ചെയ്യും. അവൾ പറയും, നീ ഇനി എപ്പോൾ തലയടിക്കാൻ വന്നാലും ഈ ഒരു സ്ഥലം ശ്രദ്ധിച്ചോണം, എന്നിട്ട് സൂക്ഷിച്ച് നടക്കണം എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ യുവിന് നല്ല സന്തോഷമാവും. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ യുവിൻ്റെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് രണ്ടുപേർക്കും കൂടി അടുത്ത ദിവസം ഒരു ലഞ്ചിന് വേണ്ടിയിട്ട് പോവാമെന്ന്. ഏകദേശം പറഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ഡേറ്റ് പോലെ. എന്നാൽ അവൾ അതിനെപ്പറ്റിയൊന്നും പറയത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ആണെങ്കിൽ അപ്പോഴും തന്നെ ഓക്കെ പറയും. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മളുടെ ഷിയുവിന് അവളുടെ ആൻറ്റിയുടെ അടുത്തുനിന്ന് കോൾ വരും. ആൻറ്റി പറയുന്ന വേറെ ഒന്നും അല്ല, നിനക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ നാളെ അയാളെ പോയി മീറ്റ് ചെയ്യണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ വേറെ ഒന്നും മറുത്ത് പറയത്തില്ല. അവൾ പറയും, ഓക്കെ ആൻറ്റി, ഞാൻ നാളെ അയാളെ മീറ്റ് ചെയ്യാമെന്ന്. ഇത് കറക്റ്റായിട്ട് നമ്മളുടെ കേൾക്കും. അവൻ വിചാരിക്കുന്നത് തന്നെ അവൾ എൻ്റെ കൂടെ പ്ലാൻ വെച്ചിട്ട് ഇപ്പോൾ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യുവിന് നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. അവൻ വിചാരിക്കുന്നത് തന്നെ ഇങ്ങനൊരു പ്ലാനിനെ പറ്റി അവൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവനെ അറിയിക്കേണ്ടതല്ലേ എന്നൊക്കെയാണ്. അങ്ങനെ അവൻ നേരെ റൂമിലായിട്ട് വന്നിട്ട് അവൾ കൊടുത്തേ ഒരു പാവക്കുട്ടിയില്ലേ, അതിൻ്റെ വയറ്റിലായിട്ട് 2 ഇടി അങ്ങ് വെച്ചു കൊടുക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ പാവക്കുട്ടി കരയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു നല്ലതുപോലെ ചിരിക്കാൻ തുടങ്ങും. കാര്യം ആ പാവക്കുട്ടി പറയുന്നത് തന്നെ യു ആർ ആൻ ഇഡിയറ്റ് എന്നാണ്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ആയിരുന്നാലും പെട്ടെന്ന് ഞെട്ടിപ്പോവും. അവൻ ഇതിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയു അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയും, അതിൻ്റെ ചെവിയിൽ പിടിച്ചൊന്ന് തിരിച്ചാൽ മതി, അത് കരച്ചിൽ നിർത്തിക്കോളൂ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ റെഡി ആവത്തില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവിടെയായിട്ട് നമ്മളുടെ പേസങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഷോപ്പില്ലേ അവിടെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു ഡെലിവറി ബോയ് വന്നിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ വീടിൻ്റെ ആ ഒരു അഡ്രസ്സ് ചോദിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഷിയു ആണെങ്കിൽ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ കേക്ക്. ഇങ്ങനെ നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് നമ്മളുടെ പേസങ്ങ് കേട്ടിട്ട് അത് മൈൻഡിൽ സ്റ്റോറാക്കി വെച്ചേക്കും. അവനാണെങ്കിൽ ഈ ഷോപ്പിൽ ചുമ്മാ വന്നതായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ യുവിനെയാണ്. അവനാണെങ്കിൽ നമ്മളുടെ ഷിയു വിളിക്കുന്നതും പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ അവൾ വിളിക്കുന്നുമില്ല, അവളുടെ ഒരു വിവരവും ഇല്ല. അവസാനം നമ്മളുടെ യുവിന് നല്ല ജലസടിച്ച് ദേഷ്യം വന്നിട്ട് അവൻ അവിടെ നിന്ന് ഒരു വാക്ക് പോലും പറയാണ്ട് താഴോട്ട് ഇറങ്ങി എങ്ങ് പോവും. ആ സമയത്തായിട്ട് കറക്റ്റ് നമ്മളുടെ ആ പേസങ്ങും നമ്മളുടെ ഈ ഷിയുവിൻ്റെ അപ്പാർട്ട്മെൻ്റ് ഇല്ലേ അതിൻ്റെ മുമ്പിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നമ്മളുടെ ആണെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ കൂടി നടന്നു പോകുന്നു. അതേപോലെ തന്നെ അവൻ മുകളിലോട്ട് നോക്കുമ്പോൾ മുകളിലായിട്ട് നമ്മളുടെ ഷിയു നിൽക്കുന്നുണ്ട്. അവൾ ആ ഡെലിവറി ബോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടെ ബാൽക്കണിയിൽ നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ യുവിൻ്റെ ഷർട്ടും ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കാണുന്നതും പേസങ്ങ് വിചാരിക്കും, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണോ ജീവിക്കുന്നത്, ഇനി ഇവർക്കിടയിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന്. അവനൊന്നും മനസ്സിലാവത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും ആ കേക്ക് കിട്ടുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ യുവിനെ വിളിക്കാനായിട്ടിരുന്നു. അവൻ്റെ അനക്കമൊന്നും ഇല്ലാണ്ട് റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെയും ആരുമില്ല. ഫോൺ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. നമ്മളുടെ ഷിയുവിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ അങ്ങനെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരും. അവളുടെ ബ്ലൈൻഡ് ഡേറ്റ് എവിടാണോ വെച്ചിരുന്നത് അതും ഈ ഒരു റെസ്റ്റോറൻറ്റിലായിട്ടായിരുന്നു. വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ ഇരിക്കുന്നു. അവനൊരു സാൻഡ്വിച്ചും കഴിച്ചുകൊണ്ടിരിക്കുക. അവനെ കാണുന്നേ നമ്മളുടെ ഷിയു വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി നീ ഒന്നും പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നമ്മളുടെ യുവിൻ്റെ മുഖം കണ്ടാലറിയാം അവൻ നല്ല പിണക്കത്തില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു പറയും, അല്ല നീ എന്താ ഒരു വാക്കും പറയാണ്ട് വന്നേ, നിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. ഇവിടെയായിട്ട് നമ്മളുടെ ചോദിക്കുന്ന തന്നെ, നിൻ്റെ ബ്ലൈൻഡ് ഡേറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നോ? ഇത് കേൾക്കുന്നേ ഷിയു പറയും, ഓ അത് കാരണമാണല്ലേ നീ ഇത്ര ദേഷിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഫുള്ള് പറഞ്ഞതൊന്നും കേട്ടില്ല. ഞാൻ ആ ബ്ലൈൻഡ് ഡേറ്റിനെ അപ്പം തന്നെ ക്യാൻസൽ ചെയ്തായിരുന്നു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ വരാമെന്ന് ഏറ്റത് എൻ്റെ ആൻറ്റിയുടെ മോൻ്റെ ബർത്ത്ഡേയാണ്. അതിന്
വരാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യു ആണെങ്കിൽ നല്ലതുപോലെ ചമ്മിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ പറയും സോറി എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും ഇവന് വേണ്ടിയിട്ട് ആ കേക്കൊക്കെ എടുത്തിട്ട് അതിൽ ക്യാൻഡീസൊക്കെ കത്തിച്ച് അവർ രണ്ടുപേരും വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. രണ്ടുപേരും അത് ഊതി അണയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഒരു വിധത്തിൽ ആ മെഴുകുതിരി അണയുന്നില്ലായിരുന്നു. ഇവിടെയായിട്ട് രണ്ടുപേരും വിഷൊക്കെ പറയും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യും. ഇവിടെ രണ്ടുപേരും ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ യുവിൻ്റെ അടുത്ത് പറയും, ഞാൻ എന്തായിരുന്നാലും എൻ്റെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. അച്ഛനെ അമ്മേനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെല്ലാം നേരെയാക്കാൻ പറ്റിയ ദിവസമാണ് വീക്കെൻഡ് എന്ന് പറയുന്നത്. വീട്ടിൽ ചെന്ന് കണ്ട് അവിടെ നിന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെ മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആവുമെന്ന് പറഞ്ഞ് അവൾ പോകാനായിട്ടിരുങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ യു പറയും, നീ എന്തായിരുന്നാലും വീട്ടിലോട്ട് പോവുമല്ലേ, എൻ്റെ വണ്ടിയും കൊണ്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് അവൻ കീയൊക്കെ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അവൾ ഓക്കെ പറഞ്ഞ് അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങും. ഇവിടെ അതേസമയം തന്നെ നമ്മളുടെ യു ആണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ ഫോൺ എടുത്തിട്ട് ക്യാബ് വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാ. എന്നാൽ അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ്റെ കഷ്ടകാലവും അല്ലാണ്ട് എന്ത് പറയാനാ, അവൻ്റെ കയ്യിൽ പേഴ്സും ഉണ്ടായിരുന്നില്ല. പേഴ്സ് അവൻ്റെ വണ്ടിയിലായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ അവസാനം നമ്മളുടെ യു ആണെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് നടന്നാ പോകുന്നേ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഷിയുനെയാണ്. അവളിപ്പോൾ അവളുടെ പേരൻസിനെ വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവൾ പറയുന്നുണ്ട്, അതായത് പുതുതായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിനകത്ത് അവളുടെ പേരും ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ അവളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ ചെയ്യും. അയാൾ അവിടെ ചെറുതായിട്ട് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവളുടെ അച്ഛൻ അവിടെ പറയും, എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ കാലിന് ആക്സിഡൻ്റ് ആയതുകൊണ്ടാണ് എൻ്റെ മോക്ക് അവൾ വിചാരിച്ച ഡ്രീമൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇനി എന്തായിരുന്നാലും ഞങ്ങൾ നിന്നെ തടയത്തില്ല. നിനക്ക് എന്താണോ ഇഷ്ടമായിട്ടുള്ളത് അത് നിനക്ക് ഉറപ്പായിട്ടും ചെയ്യാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയുനായിരുന്നാലും നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ആ പേസ് എങ്ങനെയാണ്. അവൻ അവൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഷിയുവിനെ പറ്റിയിട്ടും യുവിനെ പറ്റിയിട്ടും നല്ലതുപോലെ ഒന്ന് തിരക്കണമെന്ന്. അങ്ങനെ അയാളാണെങ്കിൽ തിരക്കിയിട്ട് ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ പേസങ്ങിന് കൊണ്ടുവന്ന് കൊടുക്കും. അവൻ മനസ്സിലാവും, അതായത് നമ്മളുടെ യു ആണെങ്കിൽ ഒരു 2-3 മാസമായിട്ടുണ്ട് ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ആയിട്ട്. ഇവിടെയായിട്ട് പേസിങ്ങിന് ഒരു കാര്യം മനസ്സിലാവും, എന്തായിരുന്നാലും യു വെറുതെ ഇത്രയും ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ആവത്തില്ല. ഉറപ്പായിട്ടും അവൻ്റെ മൈൻഡിൽ ആ ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക് കാണുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ വിചാരിക്കും, എന്തെങ്കിലും ചെയ്തിട്ടായിരുന്നാലും നമ്മുടെ യുവിനെ തോൽപ്പിക്കണം, അവനെ എങ്ങനെയായിരുന്നാലും വെറുതെ വിടാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പേസിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു മീഡിയക്കാരെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ പുതുതായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഏസ്തറ്റിക് ആയിട്ടുള്ള സ്റ്റൈലിൽ കുറച്ച് പഴയ ബിൽഡിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ്. അതെന്തായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നമ്മളുടെ ഈ പേസങ് ആണെങ്കിൽ എല്ലാവരുടെ മുമ്പിലായിട്ട് പറയും. ഇതറിയുന്നേ നമ്മളുടെ യു ആയിരുന്നാലും ഷിയു ആയിരുന്നാലും എല്ലാവരും നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാര്യം ഇവരുടെ തീമും അതേ ഒരു രീതിയിൽ തന്നെയല്ലേ. ഇനിയിപ്പോൾ ഒരു പക്ഷേ അവർ ഈ കോമ്പറ്റീഷന് ഈ ഒരു തീം പിടിച്ചാലും എല്ലാവരും പറയാൻ പോകുന്നത് നമ്മളുടെ പേസങ് പറഞ്ഞ ആ ഒരു ഐഡിയനെ കോപ്പി അടിച്ചു എന്നായിരിക്കത്തില്ലേ. ഇത് കേട്ടിട്ട് നമ്മളുടെ ഷിയുവിന് എന്ത് തന്നെ വേണമെന്ന് അറിയത്തില്ല. യു ആയിരുന്നാലും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഷിയു വീട്ടിൽ വന്നിട്ട് യുവിനെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നതാണ്. അവൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അവന് ഒരുപാട് മെസ്സേജൊക്കെ അയക്കും. എന്നിട്ട് അവസാനം പറയും, ദാ ഇവിടെ ഒരു വല്യമ്മയാണെങ്കിൽ ഒരുപാട് ബലൂണൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബലൂണെല്ലാം പറഞ്ഞിട്ട് നമ്മളുടെ ടെറസിൻ്റെ മുകളിലായിട്ട് കുടുങ്ങിക്കിടക്കുക. നീയൊന്ന് വന്നാൽ മാത്രമേ ആ ബലൂണെല്ലാം എടുത്ത് ആ മുത്തശ്ശിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവൾ പല പല കാര്യങ്ങളും അവന് മെസ്സേജ് അയക്കും. അവസാനം നമ്മളുടെ യു ആയിരുന്നാലും വീട്ടിലായിട്ട് വരും. അവൻ ചോദിക്കും, എനിക്ക് നന്നായിട്ടറിയാം നീ അത് കള്ളം പറഞ്ഞതാ എന്ന്. അപ്പം നമ്മളുടെ ഷീ പറയും, ആരാ പറഞ്ഞ കള്ളമാണെന്ന്? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ വന്ന ടെറസിൻ്റെ മുകളിലൊന്ന് നോക്ക്. അങ്ങനെ നമ്മളുടെ യു ആണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നോക്കുമ്പോൾ അവിടെ ഒരു കുന്ന് ബലൂൺ അവൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവള് പറയും, ഇത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പറന്നു പോയതൊന്നുമല്ല, ഞാൻ തന്നെ വാങ്ങി വെച്ചതാ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷീ ഒരു കാര്യം റിവീലാക്കും. അവളുടെ അച്ഛൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ടാണ് അച്ഛനാണെങ്കിൽ ഇലവേറ്ററുള്ള ഒരു ഫ്ലാറ്റിലായിട്ട് അങ്ങോട്ട് താമസം മാറിയത്. പക്ഷേ എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലെ തൊട്ടേ കളിച്ച് വളർന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലായിട്ടല്ലേ. ഇവിടുത്തെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ അതിന് പകരം വയ്ക്കാൻ വേറൊന്നും തന്നെ കാണത്തില്ല. ഇനി എത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞാലും. ഇങ്ങനെ അവൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യുവിനായിരുന്നാലും ഭയങ്കര സന്തോഷമാവും. അടുത്ത ദിവസം രാവിലെ ആയിരുന്നാലും നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ ബലൂണില്ലേ, അത് അവിടെയുള്ള കൊച്ചുങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് കൊടുക്കും. അവളുടെ കയ്യിൽ നിന്ന് സ്മൈൽ ചെയ്യുന്ന ഒരു ബലൂൺ ആണെങ്കിൽ പറന്ന് നമ്മളുടെ യുവിൻ്റെ കയ്യിലായിട്ടെത്തും. അവനത് കാണുന്നേ നമ്മളുടെ ഷിയുവിനെ നോക്കി ചിരിക്കും. സത്യത്തിൽ അവന് നല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവളുടെ സംസാരം കേട്ട്
കേട്ടിട്ട് അവന് നല്ല മോട്ടിവേഷനും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ഷിയും യുവും കൂടി ചേർന്നിട്ട് ഞായറാഴ്ചയായിരുന്നാലും ഓഫീസിലായിട്ട് വരുന്നതാണ്. അവിടെ വന്നിട്ട് അവർക്ക് വേണ്ട വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അവരെ സർപ്രൈസ് ആക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള ബാക്കിയുള്ള കൊളീഗ്സ് ആയിരുന്നാലും സൺഡേ ആണെന്നൊന്നും നോക്കാണ്ട് എല്ലാവരും ഓഫീസിലായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അവരുടെ ജോലിയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും യു ആയിരുന്നാലും എല്ലാവരോട് ചേർന്നിട്ട് അവരുടെ ഒരു പ്രോജക്റ്റിനെ നല്ല സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അവസാനം നമ്മളുടെ യു ആയിരുന്നാലും അതിനകത്ത് സൈനൊക്കെ ചെയ്യും. പിന്നീട് കാണിക്കുന്ന ആ ഒരു കോമ്പറ്റീഷൻ്റെ ഡേ ആണ്. അവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളുടെ യുവും ടിയും എത്തിച്ചേർന്നിട്ടില്ല. എല്ലാവരും കണ്ടിട്ട് പറയും മിക്കവാറും അവനാണെങ്കിൽ പേടിച്ചു പോയിട്ടുണ്ടാവും എന്ന്. എന്നാൽ നമ്മളുടെ യു ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പിന്മാറുന്ന ടൈപ്പ് ആയിരുന്നില്ലല്ലോ. അവൻ അവിടെ ഭയങ്കര മാസമായിട്ട് എൻട്രി ആവും. ഇവിടെയായിട്ട് ആദ്യമേ പ്രസൻറ്റേഷൻ കൊടുക്കുന്ന വേറെ ആരുമല്ല നമ്മളുടെ പേസങ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ യുവിനുള്ള അവസരം വരും. അവൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യുന്നതും ആദ്യമേ എല്ലാവരും പറയും ഓ ഇത് നമ്മളുടെ ആ പേസങ്ങിൻ്റെ ഐഡിയ തന്നെയല്ലേ എന്ന്. എന്നാൽ നമ്മളുടെ യു ആണെങ്കിൽ അതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഐഡിയാസിനകത്ത് വിർച്വൽ റിയാലിറ്റിയും അങ്ങനെയുള്ള കുറേ പുതിയ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും പേസങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുമില്ല നമ്മളുടെ യുവിൻ്റെ മനസ്സിലുള്ള ഐഡിയ എന്താണ് എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും നല്ലതുപോലെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോമ്പറ്റീഷൻ നടത്തുന്ന ആളായിരുന്നാലും ഇത് കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ യു പറയും യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. അവൾ പറഞ്ഞതനുസരിച്ചാണ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ അവൻ ഇതിനകത്ത് നമ്മളുടെ ഷിയുവിനെ മെൻഷൻ ചെയ്യും. എന്നിട്ട് അവസാനം പ്രോജക്റ്റ് കഴിയുന്നതും അതിനകത്ത് നമ്മളുടെ ഷിയുവിൻ്റെ പേരുണ്ടായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഒഫീഷ്യലായിട്ടുള്ള ആദ്യത്തെ പ്രോജക്റ്റ് അല്ലേ ഇത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടെയായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതാണ്. പിന്നീട് കാണിക്കും നമ്മളുടെ യു ആയിരുന്നാലും ഷിയു ആയിരുന്നാലും നേരെ അവരുടെ ആ ഒരു ഓഫീസിലായിട്ട് വരും. ഇവിടെയായിട്ട് അവരുടെ മുഖം നല്ലതുപോലെ വാടിയിരിക്കുമായിരുന്നു. ഇത് കാണുന്ന അവിടെ ഇരിക്കുന്ന കൊളീഗ്സ് എല്ലാവരും വിചാരിക്കും നമ്മൾ തോറ്റുപോയി എന്ന്. എന്നാൽ നമ്മുടെ ഷിയുവിനാണെങ്കിൽ മര്യാദയ്ക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അവളുടെ വായിന്ന് നല്ലതുപോലെ ചിരി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടുത്തെ റിസൾട്ടിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡൈനാമിസം എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യു ആയിരുന്നാലും ഷിയുവിനെ നോക്കിയിട്ട് പറയും നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. പെട്ടെന്ന് തന്നെ യു പറയും എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് നീയാണോ പറയുന്നത്? ആ ഒരു ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ ആരാ നിന്നെ പറ്റിച്ചിട്ടുള്ളത്? അത് ഞാൻ തന്നെ അല്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ യു ആണെങ്കിൽ എന്നും കാണുന്ന ആ ഒരു ഡിറ്റക്റ്റീവിനെ ഒന്ന് മീറ്റ് ചെയ്യുന്നതാണ്. അയാളാണെങ്കിൽ ഇവൻ്റെ അച്ഛൻ്റെ ആ ഒരു മരണത്തിൻ്റെയും ആ ഒരു കേസിനെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ യുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിൻ്റെ അച്ഛൻ്റെ കമ്പനിയിലായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഡ്രൈവറുണ്ട്, അയാളിപ്പോൾ മിസ്സിങ് ആണ്. യഥാർത്ഥത്തിൽ അയാളിപ്പോൾ വലിയ വലിയ നിലയിലെത്തിയെന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ഈ ഒരു ഡ്രൈവറുടെ കൈ വലിയതാണ് എന്ന. ഇവിടെയായിട്ട് നമ്മളുടെ യു ആയിരുന്നാലും പറയും എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേസങ്ങ് അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാ. ഇവിടെയായിട്ട് അവൻ്റെ അച്ഛനവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നാലും നീ ആ യുവിൻ്റെ മുമ്പിലായിട്ട് തോറ്റുപോയല്ലോ എന്ന്. ഇവിടെയായിട്ട് പേസങ്ങ് ആയിരുന്നാലും ചോദിക്കും ഒരു തോൽവിയല്ലേ, അതിനെന്തിനാ അച്ഛൻ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ ഓൾറെഡി ഏറ്റവും മുകളിലായിട്ടല്ലേ നിൽക്കുന്നത്. എന്നാലും അവൻ്റെ അച്ഛൻ അതൊന്നും പോരായിരുന്നു. അതേപോലെ തന്നെ അവിടെയായിട്ടൊരു ലേഡി വന്നിട്ട് ഇവനാണെങ്കിൽ ഒരു സൂപ്പൊക്കെ എടുത്തു കൊടുക്കും. ഇവനായിരുന്നാലും ആ ലേഡീനെ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അത് വേറെ ആരുമല്ല നമ്മളുടെ യുവിൻ്റെ സ്വന്തം അമ്മ തന്നെയായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ പേസങ് ആണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് വന്നിട്ട് അവൻ്റെ കയ്യിലായിട്ട് ഒരു ബ്രൗഷറുണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തായിട്ട് നമ്മളുടെ ആ വിർച്വൽ ഗെയിമില്ലേ അതിൻ്റെ പരസ്യം കിടക്കുന്നതാണ്. ആ പരസ്യത്തിനകത്തായിട്ട് ഒരു ജനറലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ആരുടെയല്ല നമ്മളുടെ യുവിൻ്റെ തന്നെ ഒറിജിനൽ നെയിമായിരുന്നു. ഈ പേര് കാണുന്നത് നമ്മളുടെ ഈ പേസങ് വിചാരിക്കും എന്നാലും ഈ പേരെന്താണ് ഇതിലെടുക്കുന്നത് എന്ന്. അതായത് നമ്മളുടെ യുവിൻ്റെ യഥാർത്ഥ പേര് ഷൗയി എന്ന. ആ പേര് അവൻ ചേഞ്ച് ആക്കിയിട്ടല്ലേ ഇപ്പം അവൻ വേറൊരു പേര് വെച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ഈ പേസങ്ങിന് ചെറിയൊരു ഡൗട്ട് അടിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.